ഇവിടെ ഇരിക്കുന്നവരുണ്ടല്ലോ, ഇതിൽ ആരെങ്കിലും നിങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് ഈ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ബ്ലിപ്പിന്റെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈമിലെ എപ്പിസോഡിൽ ബ്ലിപ്പിനോട് ചില കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് തരാമെന്ന് പറഞ്ഞിരുന്നു. 50 ലക്ഷം ഞാൻ അവർക്ക് ഓഫർ നൽകിയിരുന്നു. പിന്നെ ഞാൻ അവർക്ക് ഒരു കണ്ടീഷനും നൽകിയിരുന്നു. അതായത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റവന്യൂയുടെ അതർ സോഴ്സസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ഇപ്പൊ എനിക്ക് സന്തോഷമാണ്, കാരണം നമ്മളിവിടെ 3-4 ഇന്ററാക്ഷൻസ് നടത്തിയിരിക്കുന്നു. സോ എന്റെ അഭിപ്രായത്തിൽ ബ്ലിപ്പ് ആളുകൾ ഇവിടെ വന്ന് അവർ എന്തൊക്കെ ചേഞ്ചസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. സന്ദേശ് സാറിനെ കാണാൻ ഞങ്ങൾക്ക് 3 തവണ അവസരം കിട്ടിയതാ. സാറുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സോ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രതീക് സർ, അതും ഈ ചാനലിലൂടെ ഞങ്ങൾ ഇനിയും ഒരുപാട് റവന്യൂ സ്കീംസ് തുടങ്ങുന്നുണ്ട്. അതിൽ കാർ വാഷ്, കാർ സർവീസിങ്ങിന് വേണ്ടി പിക്ക് ആൻഡ് ഡ്രോപ്പ്, കാറിന്റെ ഡീറ്റെയിലിംഗ് സർവീസസ് ആൻഡ് ഓക്സിലറി സർവീസസ്, അതിൽ കാറിന്റെ ഡെക്കോസ് അല്ലേ, അല്ലെങ്കിൽ കാറിനകത്ത് വെക്കുന്ന എയർ ഫ്രഷ്നേഴ്സ് അല്ലേ, അതും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് വിതൗട്ട് അവർ ഓൺ കൺസ്ട്രക്ഷൻ, വിതൗട്ട് അവർ ഓണിംഗ് ഓഫ് ദീസ് സർവീസസ്. ഇത് ഞങ്ങൾ പാർട്ട്നേഴ്സിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്, മാർക്കറ്റിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം. ഇതിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിനെ അവരുമായി ലിങ്ക് ചെയ്യുന്നു. ഞാൻ 50 ലക്ഷം രൂപയുടെ കമ്മിറ്റ്മെന്റ് കറന്റ് വാല്യൂഷന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നു. അത് ഞാൻ ഇന്ന് റീകൺഫേം ചെയ്യുന്നു, അത് കമ്മിറ്റ്മെന്റ് ആക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. സന്ദേശ് സാർ വരൂ, കൈ കൊടുത്തോളൂ. താങ്ക് യു സർ. വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇവിടെ ഒരുപാട് ഫൗണ്ടേഴ്സ് ഇരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആണ്, ഞങ്ങൾക്കൊരു സർപ്രൈസ് ആണ്. ഇങ്ങനെ നടക്കുന്നൊരിക്കലും വിചാരിച്ചതല്ല. എനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ടാവും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ടൈറ്റൻസ്, ഡൽഹിയിൽ നിന്ന് വന്ന 2 ഐഡിയ ബാസ്, നിഖിൽ ആൻഡ് സിദ്ധാർത്ഥ്. അവർക്കൊരു ഫിറ്റ്നസ് ആപ്പ് ഉണ്ടായിരുന്നു. മികച്ചൊരു ആപ്പായിരുന്നു. നമ്മുടെ ടൈറ്റൻസിനും അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ബിസിനസ് സംസാരിച്ചപ്പോൾ ഒന്നും ഒത്തു വന്നില്ല. എന്താ പറ്റിയത്? അത് അവരോട് തന്നെ ചോദിക്കാം. നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം നിഖിൽ ആൻഡ് സിദ്ധാർത്ഥ്. വെൽക്കം ബാക്ക് ടു ഐഡിയ ബാസ്. താങ്ക് യു. ഇന്നത്തെ ദിവസം എങ്ങനെ ഫീൽ ചെയ്യുന്നു? നന്നായിരിക്കുന്നു, നല്ല കോൺഫിഡന്റ് ഉണ്ട്. നമ്മുടെ കൂടെ വേറെ ഐഡിയ ബാസുകളും വേറെ ഫൗണ്ടേഴ്സും ഉണ്ട്. അവർക്ക് കഴിഞ്ഞ തവണ നിങ്ങളുടെ പിച്ച് കേൾക്കാൻ സാധിച്ചിട്ടില്ല. സോ കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് അരിനോ ആപ്പ്. ദിവസവും വർക്കൗട്ടും പിന്നെ യോഗയും ചെയ്യും. നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്ത് അരിനോ പോയിന്റ്സ് നേടും. പിന്നെ ആ പോയിന്റ്സ് റിവാർഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഞങ്ങളുടെ ഫോക്കസ് ഉണ്ടല്ലോ, അത് കൺസ്യൂമർ ഫേസിംഗ് B2C അല്ല. 2 സെഗ്മെന്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്: ഇൻഷുറൻസ് ആൻഡ് ഫിസിയോതെറാപ്പി. B2C കൺസ്യൂമർ ടെക് പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റില്ല. അതെ അതെ. സോ ദേ ഹാവ് ടു ഗോ B2B2C. 6 ലക്ഷത്തിൽ നിന്ന് തുടങ്ങിയ 6 കോടി ജേണിയിൽ നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു പോകല്ലോ. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ സെക്കൻഡ് പ്രോബ്ലം പിക്ക് ചെയ്യൂ. അത് ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് റിലേറ്റഡ് ആയിരിക്കണം. അത് നിങ്ങളുടെ എക്സ്പെർട്ടീസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നണം. ഇന്നിവിടെ വന്നതിന് നിങ്ങൾക്ക് വളരെയധികം നന്ദി. കഴിഞ്ഞ തവണ നിങ്ങൾ വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളിവിടെ ജഡ്ജസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ലൈഫിൽ എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയെന്ന് വരില്ല. ഞങ്ങൾക്കത് കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഐഡിയ ബാസിന്റെ ഈ സ്റ്റേജിലെത്തിയത്. പ്രതീക്, പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നിട്ട് പോയതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഞങ്ങളൊരു പുതിയ സൊല്യൂഷനുമായി, അതായത് ഒരു സ്ട്രോങ് സൊല്യൂഷനുമായി നിങ്ങളെ കാണാൻ വെരി വന്നതാണ്. ഗുഡ്, വെരി ഗുഡ്. കോർ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അതായത് ഞങ്ങൾ ഈ ജേണി ആരംഭിച്ചത് തന്നെ ഭാരതത്തിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഹെൽത്ത് സെഗ്മെന്റിൽ കോടിക്കണക്കിന് ആളുകൾക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് മൂലമുള്ള പല രോഗങ്ങൾ കൊണ്ട് വലയുകയാണ്. അതിൽ ഏറ്റവും വലിയ സെഗ്മെന്റ് 20 കോടി ജനങ്ങളുടേതാണ്. അവർ മസ്കുലോസ്കെറ്റൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അത് ബാക്ക് പെയിൻ ആകാം, നീ പെയിൻ ആകാം. അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഫിസിയോതെറാപ്പിസ്റ്റ് അടുത്ത് പോകുന്നുണ്ട്. ഇവരെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇഞ്ചുറി അല്ലെങ്കിൽ ക്രോണിക് പെയിനിൽ നിന്ന് റിക്കവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേഷ്യൻസിനെ ഇതിനു ശേഷം അവർക്ക് രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അവർ റിക്കവറി ആകുന്നില്ല. അരീനയുടെ സഹായം കൊണ്ട്, അതായത് നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം, എത്ര ചെയ്യണം, ഇതൊന്നും അവർക്കറിയില്ല. ഫിസിയോതെറാപ്പിസ്റ്റിനും ഇവരത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതുകൊണ്ട് പേഷ്യൻസിന്റെ അടുത്ത് അവർക്കൊരു ഹാൻഡ് ഹോൾഡിംഗ് ഇല്ല. സോ അതുകൊണ്ട് ഞങ്ങളുടെ ടെക്നോളജി ആൻഡ് പ്ലാറ്റ്ഫോം ഞങ്ങൾ ഷോക്കേസ് ചെയ്തു. അതിന്റെ സഹായം കൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പുതിയ സൊല്യൂഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളത് റിവീൽ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ കൊണ്ടുവന്ന സൊല്യൂഷന്റെ വീഡിയോ ഞങ്ങൾക്കൊന്ന് കാണിക്കാമോ? തീർച്ചയായും. തീർച്ചയായിട്ടും. ഷുവർ.
സോ ഒരു പേഷ്യന്റ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ ആരംഭത്തിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഡാഷ്ബോർഡാണിത്. ഇത് മുഖാന്തരം ഫിസിയോതെറാപ്പിസ്റ്റിന് ഒരു പേഷ്യന്റിനെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും തന്റെ പോർട്ടലിൽ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെരി ഫ്യൂ ഇൻഫർമേഷൻ അവർ ഏത് കണ്ടീഷനിലാണ് കാണാൻ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് ഈസി ആയിട്ട് അതിൽ ആഡ് ആയിക്കോളും. ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള കസ്റ്റമൈസ്ഡ് കെയർ ജേണി സ്റ്റാർട്ട് ആവും. ഒന്നുകിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അവർക്ക് വേണ്ടി ഒരു പുതിയ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് അവരിപ്പോ ഏത് പേസിലാണ് ഉള്ളത്, അവരുടെ പ്രോബ്ലം എന്താണ്, അവർ എത്ര നാൾ വർക്കൗട്ട് ചെയ്യണം. അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ AI മെഷേർഡ് ലൈബ്രറി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏതൊക്കെ വർക്കൗട്ടാണ് അവർക്ക് സ്യൂട്ടബിൾ എന്നും മനസ്സിലാക്കാൻ പറ്റും. അവർ ഇത് ചെയ്തതിനു ശേഷം ഒന്നുകിൽ അവർക്ക് ന്യൂ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രീ ക്ലിനിക്കലി വാലിഡേറ്റഡ് പ്ലാനിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു പ്ലാൻ അസൈൻ ചെയ്തതിനു ശേഷം യൂസേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ഹോം സ്ക്രീനിൽ യൂസേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പോപ്പപ്പ് വരും. അതായത് നിങ്ങൾക്കൊരു പ്ലാൻ അസൈൻ ആയിട്ടുണ്ടെന്ന്. ആ പ്ലാനിന്റെ മുഴുവൻ ഡീറ്റെയിൽസും യൂസേഴ്സിന് ഹോം സ്ക്രീനിൽ കാണാൻ കഴിയും. അതുമാത്രമല്ല, ഇതിൽ നിന്ന് അവർക്ക് അവരുടെ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും സാധിക്കും. പിന്നീട് AI സഹായത്താൽ ഇത് മെഷർ ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങൾ ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് പിന്നീട് യൂസറിന് ഗൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പിന്നെ ഞങ്ങളൊരു പുതു ഫീച്ചറും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റർ അനാലിസിസ്. അത് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും പേഷ്യൻസിനും ഹെൽപ്പ് ചെയ്യും. അത് 360 ഡിഗ്രി നിങ്ങളെ അനാലിസിസ് ചെയ്യും, അതായത് ബോഡിയെ. അതിന്റെ ബേസിസിൽ നിങ്ങളുടെ സിമെട്രി, നിങ്ങളുടെ ബോഡിയുടെ ആംഗിൾ പോയിന്റ്സ്, അതായത് അത് ക്ലിനിക്കൽ റേഞ്ചിന് അകത്താണ്. അങ്ങനെ ഒരു ക്ലിനിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കും. അത് ഫിസിയോതെറാപ്പിസ്റ്റിന് അഗൈൻ റിയൽ ടൈമിൽ കാണാൻ സാധിക്കും. ആൻഡ് അഗൈൻ ഫിസിയോതെറാപ്പിസ്റ്റിന് ഇത് കണ്ട് ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ കഴിയും. നിഖിൽ, സിദ്ധാർത്ഥ്, ആദ്യം ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും വെൽക്കം ചെയ്യാണ്. താങ്ക് യു. ആൻഡ് കമന്റബിൾ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ചെറിയ ടൈമിൽ ഞങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ ടേൺ അറൗണ്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ട്രൂലി കമന്റബിൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ഇത് വീണ്ടും വൈറ്റ് ലേബിൾ ആണോ അതോ ബ്രാൻഡ് അരീനോ ആയിരിക്കും? നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ ക്രിട്ടിക്കലായി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി. ഇനി ഞങ്ങൾ ഇത് ഒരു വൈറ്റ് ലേബിൾ സൊല്യൂഷനായിട്ട് ഓഫർ ചെയ്യില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാൻഡ് വിസിബിലിറ്റി ആവശ്യമാണ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇത് ഞങ്ങളൊരു B2BC മോഡലായിട്ട് ലോഞ്ച് ചെയ്യുന്നു. അതിൽ ഞങ്ങളൊരു കോൺട്രാക്ട് ഉണ്ടാക്കും. ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ ബിസിനസ് ഞങ്ങളുടെ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും ഒരു കസ്റ്റമർക്ക്. ആ കസ്റ്റമർ ഞങ്ങളുടെ ആപ്പ് യൂസ് ചെയ്യും അദ്ദേഹത്തിന്റെ വെൽനെസ്സിന് വേണ്ടി. കസ്റ്റമർ ഫിസിയോതെറാപ്പിസ്റ്റിന് പേ ചെയ്യും. ഫിസിയോതെറാപ്പിസ്റ്റുമായി ഞങ്ങളൊരു റവന്യൂ ഷെയറിംഗ് മെത്തേഡിൽ ചെറിയൊരു റവന്യൂ ഞങ്ങൾ വാങ്ങിക്കും. അതുപോലെ തന്നെയാണ് ഇൻഷുറൻസിന്റെ കാര്യത്തിലും. ഞങ്ങൾ അതിനെക്കുറിച്ചും ചിന്തിച്ചു. അതായത് എങ്ങനെയാണ് ഞങ്ങളുടെ ബ്രാൻഡ് ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചിന്തിച്ചു. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തു വലിയ വലിയ കമ്പനികളുമായി. കാരണം ഞങ്ങളുടെ സൊല്യൂഷൻ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അവരോട് ഞങ്ങൾ ക്ലിയർലി ഒരു കാര്യം ഞങ്ങൾ മെൻഷൻ ചെയ്തിരുന്നു. അതായത് വി വിൽ ഷോ അവർ ബ്രാൻഡിംഗ് എസ് എ പവർഡ് ബൈ അരീനോ. കോ ബ്രാൻഡ് അത്ര നല്ലതല്ല. ബ്രാൻഡിംഗ് എപ്പോഴും സോളോ ആയിരിക്കണം. സോ ഫിസിയോതെറാപ്പിസ്റ്റിനെ സംബന്ധിച്ച് അതൊരു സോളോ ബ്രാൻഡിംഗ് മാത്രമാണ്, ബോത്ത് ഫോർ ദ ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് പേഷ്യന്റ്. സോ നിഖിൽ ആൻഡ് സിദ്ധാർത്ഥ്, നമ്മുടെ പ്രൊഫസറിനും നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. അതായത് ഒരിക്കൽ ഫിസിയോതെറാപ്പിസ്റ്റ് എനിക്ക് പറഞ്ഞു തന്നു, എന്നിട്ട് ഞാൻ അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യേണ്ടതുണ്ട്. അപ്പോ നിങ്ങളുടെ ആപ്പ് ഞാൻ ശരിയായ ചെയ്യുന്നതെന്ന് വെരിഫൈ ചെയ്താൽ പിന്നെ ഞാൻ എന്തിനാണ് വീണ്ടും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടത്? എക്സസൈസ് ചെയ്യുന്നത് ഒരു പാർട്ട് മാത്രമാണ്. ഇതിന് ഞങ്ങൾ HEP എന്ന് പറയുന്നു, ഹോം എക്സസൈസ് പ്രോഗ്രാം. അത് എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റും പറയും. അതേസമയം ഫിസിയോതെറാപ്പിസ്റ്റിന് ട്രീറ്റ്മെന്റ് ഇല്ല, അത് പല തലങ്ങളിലായിട്ടുണ്ട്. തുടക്കം നോക്കുകയാണെങ്കിൽ 2 മുതൽ 4 ആഴ്ച വരെ. അപ്പോൾ ഒരു റെഗുലർ ആയിട്ട് വരണം, എന്നാൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവിടെ നോക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന എക്സസൈസ് അവരോട് പതിയെയാണ് ചെയ്യാൻ പറയുന്നത്. അതിനുശേഷം ഫിസിയോതെറാപ്പിസ്റ്റ് അവരുടെ ഫ്ലെക്സിബിലിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യും. നിങ്ങളുടെ കൈ ഇത്രയും ദൂരം വരുന്നുണ്ടോ, അതിലെ വേദനയുണ്ടോ എന്നെല്ലാം ഫിസിക്കലി മാത്രമേ ചെക്ക് ചെയ്യൂ. സോ അതിനുശേഷം എക്സസൈസ് ചേഞ്ച് ചെയ്യും. സോ എക്സസൈസിന്റെ ആംഗിൾ ഇതുവരെ പോകാം. സോ അതുകൊണ്ട് അവരുടെ റൊട്ടീന് ചേഞ്ച് ചെയ്യാൻ പറയും. ആ റൊട്ടീൻ വീണ്ടും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പൊ പേഷ്യന്റിനെ കൊണ്ട് നല്ലതുപോലെ മൂവ് ചെയ്ത് എക്സസൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇത് കാരണം വീണ്ടും ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണേണ്ടി വരും. ഓക്കെ, നിഖിൽ ആൻഡ് സിദ്ധാർത്ഥ്, നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് നമ്മുടെ ടൈറ്റൻസിനോടൊന്ന് പറയൂ. ഞങ്ങളുടെ ആസ്ക് 1 CR for 4.5% ഇക്വിറ്റി, അതായത് 20 CR പ്രീ മണി വാല്യൂ. സോ ടൈറ്റൻസ് പറയൂ. എനിക്ക് സ്വന്തമായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഫിസിക്ക ഫിറ്റിൽ. അത് സ്കെയിൽ ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഫിനോമിനൽ ആയിട്ട്.
സോ എനിക്ക് ഓൾറെഡി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. സ്പെസിഫിക്കലി നിങ്ങളുടെ ഈ ഡൊമൈൻ ഫിസിയോതെറപ്പി ആയിട്ട് റിലേറ്റഡ് ആണ്. ബട്ട് വിത്ത് ദ സ്ലീപ്പ് കമ്പനീസ് ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ബോത്ത് ഫോർ ഓർത്തോപീഡിക് നീഡ്സ് വി ഹാവ് എ സ്ട്രോങ് നെറ്റ്വർക്ക് ഓഫ് ഫിസിയോതെറപ്പിസ്റ്റ് ആസ് വെൽ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൊമൈനിൽ പാർട്ട്ണർഷിപ്പ് ആവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ എന്തിലൊക്കെയാണ് എന്റെ സഹായം ആവശ്യം, ഐ വിൽ ബി ഹാപ്പി ടു മെന്റർ. താങ്ക് യു സോ മച്ച്. ഇന്ന് എനിക്ക് നിങ്ങളോട് സഹകരിക്കാൻ പറ്റില്ല. എനിക്ക് ചെറിയ റൗണ്ടിലൊന്നും ഇൻട്രസ്റ്റേ ഇല്ല. അപ്പോ നിങ്ങൾ ഇപ്പോ അടുത്ത് തന്നെ വലിയ റൗണ്ടിൽ ചോദിക്കില്ലേ? 100 കോടി റൗണ്ട് അപ്പ് ചെയ്താൽ അതായത് നിങ്ങൾ സന്ദേശം 100 കോടി ചേർന്നോളും. ചോദിക്കില്ലേ? അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇന്നിപ്പോ നിങ്ങളുടെ കൂടെ കൈ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പ്രസന്റേഷൻ അത് നമ്മൾ ടി വിയിൽ കണ്ടതാണ്. അതിനുശേഷം എജിലിറ്റിയോടെ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് വന്നു. അതായത് പുതിയ വേർഷനുള്ള പ്രോഡക്റ്റ് കൊണ്ടുവന്നു. അത് നമ്മൾ ഡിസൈൻ തിങ്കിങ്, അതായത് റാപ്പിഡ് പ്രോട്ടോടൈപ്പ് എന്ന് പറയും. നിങ്ങൾ രണ്ടുപേരും ആ കാര്യത്തെ വളരെ എക്സൽ ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പഴയ വാല്യുവേഷൻ 24 കോടി രൂപയാണ്. അപ്പോൾ ആ പഴയ വാല്യുവേഷൻ പ്രകാരം ഞാനൊരു 40 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് പറയൂ. എനിക്ക് ഒരു കൗണ്ടർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സാർ, നമുക്ക് ഇതൊരു 18 കോടി വാല്യൂഷനിൽ കൺസിഡർ ചെയ്യാമോ? 24 കോടിയുടെ വാല്യുവേഷൻ ഉണ്ടല്ലോ. അത് കറന്റ് ടേൺ ഓവർ പ്രകാരം നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണ്. ഇപ്പോ നിങ്ങളൊരു നിശ്ചിത കാലയളവിൽ ടേൺ ഓവറിനെ ടേൺ റൗണ്ട് ചെയ്ത് വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ ഇന്നത്തെ എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം ഈ വാല്യുവേഷൻ വളരെ നല്ല വാല്യുവേഷൻ തന്നെയാണ്. ഇത് രണ്ട് ഭാഗത്തും ആസ് ആൻ ഇൻവെസ്റ്റർ ഓൾസോ ഇതിന്റെ ഡിമാൻഡ് എന്തായാലും വളരെ വലുത് തന്നെ ആയിരിക്കും. റീഹാബിലിറ്റേഷൻ വളരെ വലുത് തന്നെയാണ്. സോ നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യൂ. ഇത് എൻ്റെ അഭ്യർത്ഥനയും അപേക്ഷയും കൂടിയാണ്. എന്നാ ഓക്കെ, ഞങ്ങൾ കൈ കൊടുക്കാൻ തയ്യാറാണ്. വരൂ ഗുഡ്. വരൂ, കൈ കൊടുത്തോളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.